ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന കോട്ടൂരിലെ ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് വളർത്തുന്ന ആനപ്പാർക്കായ കാപ്പാടിലേക്കാണ്. ഈ കാണുന്ന സ്ഥലത്തുനിന്നും ടിക്കറ്റ് നമ്മളെടുത്ത് ഈ കാണുന്ന ആ വഴിയിലൂടെ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ആദ്യം ഒരു ആനയെ തളച്ച് നിർത്തിക്കുന്നത് കാണിക്കാം. നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അവർ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നതെന്ന് ശ്രദ്ധിക്കുക. പിന്നെ തൊട്ട് അടുത്തോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടെയൊക്കെ പ്രായമുള്ള ഒരു ആനയും ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഓരോ ആനകൾ കണ്ട് 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 ഇങ്ങനെ മുന്നോട്ട് നടന്ന് പോകുമ്പോൾ ഇനിയും പിന്നെയും ഇവിടെ കുറേ ആനകളുണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ആനകളെ കൊണ്ടുവരുന്ന വണ്ടിയാണ് കിടക്കുന്നത്. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് മുമ്പോട്ട് ഇങ്ങനെ നടന്ന് നമ്മൾ ആ മൺതടത്തിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു 3 ആനകൾ നിൽപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആനകളായിരിക്കാം ഒരു 3 എണ്ണം. അതുകൊണ്ട് തന്നെ അതിനൊരു തുറസായ സ്ഥലത്ത് തന്നെയാണ് അതിനെ തളച്ച് നിർത്തിക്കുന്നത്. അതൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം പ്രായം കുറഞ്ഞതുകൊണ്ട് 3 പേരെയും ഇവിടെ അടുത്തടുത്തായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവരും അതിവിശാലമായിട്ട് എന്തൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കുറേ പുല്ലും പിന്നെ എന്തൊക്കെ ഇലകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ പിന്നെ വീണ്ടും ഇനി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്നതെല്ലാം ആനകളെ നോക്കുന്ന ആ പാപ്പാന്മാരെ കിടക്കുന്ന വീടുകളാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെയും ഒരു ആന നിൽപ്പുണ്ട്. അത്യാവശ്യം ഇവിടെ എല്ലാ സ്ഥലവും ഇങ്ങനെ ആളൊന്നും അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കയറെല്ലാ സ്ഥലവും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നവരെല്ലാം വളരെ സൂക്ഷിച്ചും അതിൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ നമ്മളെ ദേഹത്തൊക്കെ എടുത്ത് എറിയും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തേക്കൊന്നും പോകണ്ട. ഇതാ ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു കൊമ്പൊക്കെ ഉള്ളൊരു ആനയാണ്. അപ്പോൾ ഓരോ പ്രായം അനുസരിച്ച് ഓരോരോ കൂട്ടിൽ അതിനെ നിർത്തിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നത് സ്റ്റേഡിയമാണ്. അപ്പോൾ ആനകളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിക്കാനും പിന്നെ ആളുകൾ വരുന്നവർ കാണാനുമായിരിക്കാം. അതും കഴിഞ്ഞ് നമ്മൾ മുന്നേ താഴോട്ടിറങ്ങി ഈ പടിക്കെട്ടൊക്കെ ഇറങ്ങി താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇനി കോട്ടൂരിൽ ആനപ്പാർക്കിൽ വരുന്നവർക്ക് ആനകളെ മാത്രമല്ല നമുക്ക് നെയ്യാർ ഡാമിൻ്റെ കുറേ സൗന്ദര്യം കൂടെ ആസ്വദിക്കാം. അതിന് നമുക്ക് ഇവിടെ വന്നാൽ കുട്ടവഞ്ചിയും പിന്നെ ബോട്ട് സർവീസും പിന്നെ ചങ്ങാടം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇവിടെയും വീണ്ടും 2 ആനകളെ കൂടെ തളച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രായം അനുസരിച്ച് ആനകളെ കുറേ കൂടെയൊക്കെ നമ്മൾ മുൻപോട്ട് നമുക്ക് വരുന്ന വഴിയിൽ കാണാൻ കഴിയും. ഇത് കുറച്ചുകൂടെയൊക്കെ നല്ല പ്രായമുള്ള ആനകളാണ്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പവും നല്ല രീതിയിൽ പൊക്കവുമുള്ള ആനകൾ ഇങ്ങനെ ഓരോ സെക്ഷനും മാറ്റി മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്ന ആ റോഡിലൂടെ മുന്നോട്ട് കുറച്ച് നടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ ആ ഡാമിൽ നിന്നും കാഴ്ചകൾ കാണാൻ പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ തൊട്ട് താഴെ തന്നെ കുട്ടവഞ്ചിയും പിന്നെ ബോട്ട് സർവീസും പിന്നെ ചങ്ങാടവും അതെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ കുറച്ച് പേരങ്ങനെ വെയിറ്റിങ്ങിലാണ്. പോയവർ കുറച്ച് അതിന് അക്കരയോട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് പേരൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ ടിക്കറ്റിൻ്റെ പിന്നെ ചങ്ങാടം, കുട്ടവഞ്ചി, വള്ളം അങ്ങനെ എല്ലാം ടിക്കറ്റിൻ്റെ ഓർഡറൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വള്ളത്തിലൊക്കെ പോയി ആ നെയ്യാറിൻ്റെ ആ ഗ്രാമീണ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരണവർക്കാണെങ്കിൽ അത്യാവശ്യം ഒരു സമയമൊക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മളെ കോട്ടൂർ ആനപ്പാർക്ക് സ്ഥലം. തൊട്ട് മേളിലോട്ട് വന്നാൽ ഇവിടെയും ഒരു ആന നിൽപ്പുണ്ട്. ഇവിടെയും നമ്മൾ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. താഴെ നിന്ന് കാണാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ആന തളച്ച് നിർത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ തന്നെ കഴിഞ്ഞെല്ലാം നമ്മളങ്ങനെ ബോട്ട് സർവീസിന് പോകുന്ന ആ റോഡിലൂടെ തിരികെ പുറകോട്ട് വരുമ്പോൾ തൊട്ടവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ വീണ്ടും ഒരു ആനയുണ്ട്. ഇതാണ് ഇവിടുത്തെ കോട്ടൂർ ആനപ്പാർക്കിലെ ഏറ്റവും മുതിർന്ന ആനയെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല വലിപ്പവും നല്ല കൊമ്പുകളൊക്കെ ഉള്ള പകുതി അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ആനയാണിത്. ഏറ്റവും പ്രായം കൂടിയ ആനയും ഇതായിരിക്കാം ഇവിടുത്തെ. ഇതും കണ്ടിനി നമ്മൾ നേരെ ഇനി ഇറങ്ങി വരുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത റോഡിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ആനപ്പാർക്കിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.